യാഗോത്സവം എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി യാഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കരെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങായ നീരെഴുന്നള്ളത്ത് വ്യാഴാഴ്ച നടന്നു. ശേഷം സമുദായിയും ജന്മശാന്തിയും അടങ്ങുന്ന സംഘം അക്കരെ സന്നിധിയിലെ മണിത്തറയിലെത്തി ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു. ഇടവത്തിലെ മകന്നാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. മെയ് 21 നെയ്യാട്ടത്തോടെ 28 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാവും. കോട്ടയം തെരുവിലെ തിരൂർ കുന്നിൽ നിന്ന് പുറപ്പെട്ട മണിയൻ ചെട്ടിയാൻ്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി എഴുന്നള്ളത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച എത്തിയതോടെ ഒറ്റപ്പിലാൻ, ആശാരി, പുറങ്കലയൻ, കൊല്ലൻ എന്നീ സ്ഥാനികർ ചേർന്ന് ഇക്കര നടയിലും മന്തഞ്ചേരിയിലെ ബാവലിക്കരയിലും തണ്ണീർക്കുടി ചടങ്ങ് നടത്തി. അതിനുശേഷം അടിയന്തര യോഗം ഇക്കര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പ്രത്യേക വഴികളിലൂടെ നടന്ന് മന്തഞ്ചേരിയിലെത്തി. മന്തഞ്ചേരി ഉരുളിക്കുളത്തിന് സമീപത്ത് നിന്ന് കൂവയില ശേഖരിച്ച് സംഘം ബാവലിക്കരയിലെത്തിയപ്പോൾ തണ്ണീർക്കുടി പൂർത്തിയാക്കിയ ഒറ്റപ്പിലാൻ, ആശാരി, പുറങ്കലയൻ എന്നീ സ്ഥാനികർ മരുകരയിൽ അടിയന്തര യോഗത്തെ കാത്തുനിൽക്കുകയും അനുമതി വാങ്ങി ബാവലിയിൽ മുങ്ങി അക്കരെ സന്നിധാനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. തിരുവഞ്ചിറ കടന്ന് അവർ മണിത്തറയുടെ കിഴക്കുഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ സമുദായി കൃഷ്ണമുരളി നമ്പൂതിരി, ജന്മശാന്തി പടിഞ്ഞിറ്റ ശ്രീരാം നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗക്കാരും അവകാശികളും മണിത്തറയിലെത്തി കൂവയില കുമ്പിൾ രൂപത്തിലാക്കി അതിൽ ശേഖരിച്ച ബാവലി തീർത്ഥം ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്ത് സാഷ്ടാംഗ പ്രണാമം നടത്തി. തുടർന്ന് അമ്മാറക്കൽ തറ വണങ്ങി സംഘം തിരികെ പോന്നു. രാത്രി ഇക്കര സന്നിധാനത്തിലെ ആയില്യർക്കാവിൽ ഗൂഢപൂജയും അപ്പട നിവേദ്യവും നടത്തും. ഈ വർഷത്തെ വൈശാഖ മഹോത്സവം മെയ് 21 നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ജൂൺ 17 തൃക്കലശാട്ടോടെ സമാപിക്കും. മെയ് 22 രാത്രി നടക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്ത് അർദ്ധരാത്രിയോടെ എത്തിച്ചേർന്നാൽ മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരെ സന്നിധിയിൽ പ്രവേശനമുള്ളൂ. സ്ത്രീകൾക്ക് മെയ് 23 മുതൽ ജൂൺ 13 ഉച്ചശീവേലി വരെയാണ് പ്രവേശനാനുമതി.